ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു അടിപൊളി പ്ലാന്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പുതിയ പ്ലാന്റ് ഒന്നുമല്ല, ശരിക്കും നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും. മാത്രമല്ല പലരുടെയും വീട്ടിലൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആയിരിക്കും. നമ്മുടെ റംഗൂൺ പ്ലാന്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കുലകുലയായിട്ടുള്ള പൂക്കളുണ്ടാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു റംഗൂൺ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഒരു കുലയിൽ തന്നെ പല കളറിൽ പൂക്കളാണ് ഉണ്ടാവുക. അതായത് റെഡ് ഉണ്ടാവും, അതുപോലെ വൈറ്റ് ഉണ്ടാവും, ലൈറ്റ് റോസ് ഉണ്ടാവും. അങ്ങനെ ഒരു കുലയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ റംഗൂൺ പ്ലാന്റ്. നമുക്കിതൊരു ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതുപോലെ വലിയൊരു ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ ചട്ടിയിൽ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ മണ്ണിലേക്കും നിങ്ങൾക്കിത് നടാവുന്നതാണ്. അതുപോലെ വലിയൊരു ക്രീപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മരത്തിലേക്കാണെങ്കിൽ പോലും നമുക്കിത് കയറ്റി വിടാൻ പറ്റും. അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ പൂക്കളുണ്ടാവും കേട്ടോ. പൂക്കളുണ്ടാവുന്ന സമയത്ത് നിറച്ചും നല്ല പൂമരം പോലെ ഉണ്ടാവുന്ന പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഒരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെ കാണാറില്ല, എങ്കിൽ പോലും പല വീടുകളിലും ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ തൈകൾ നമുക്ക് അപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ലീവ്സൊക്കെ വന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ പോലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ്. ഇതിന് 100 രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത്. ഒരുപാട് തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് മുറ്റത്തൊക്കെ വളർത്തി നടാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. നല്ല വേരുകൾ പിടിച്ച നല്ല തൈകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ്സിന് വേണ്ടി എല്ലാവരും വാട്സപ്പ് ചെയ്യുക കേട്ടോ. അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.